ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും നല്ല ശക്തമായ മഴയാണല്ലേ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ആകെയുള്ളൊരു വിഷമം. എങ്കിൽ പോലും ഇങ്ങനെ ചില്ലറ പുറത്തിറങ്ങലുകൾ വരുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേറെ എങ്ങോട്ടും പോകുന്നില്ല, അമ്പലത്തിൽ പോവുക, വീട്ടിൽ പോവുക. എനിക്ക് പിന്നെ എൻ്റെ വീഡിയോയിൽ മിക്കപ്പോഴും ഈ വീട്ടിൽ പോകുന്ന വീഡിയോ ആയിരിക്കും അധികം ഉണ്ടാകുന്നത്. സ്വന്തമായിട്ട് ആയി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആയി വരുമ്പോൾ ഞാൻ അതിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം ആയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇനി മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ നമുക്കൊരു വീടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഇപ്പം നല്ലോണം പഠിച്ചു വിടുക. ഒന്നുമല്ല, മഴയാകുമ്പോൾ അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മഴയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, തുണി ഉണങ്ങാനും അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേർക്ക് കളിക്കാനൊന്നും വലിയ ഓടി കളിക്കാനൊന്നും പറ്റുന്നില്ല. ഉള്ളിൽ തന്നെയായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അത് വേറൊരു ബുദ്ധിമുട്ട്. പിന്നെ ഈ ചെറിയ പിള്ളേരുള്ളവരെ മാനേജ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. നമ്മൾ ഉള്ളിൽ തന്നെ പരമാവധി. മറ്റേതെന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ ഇപ്പോൾ വേനൽക്കാലം മഴയില്ലാത്ത സമയത്ത് ഇവർ അപ്പുറം ഇപ്പുറമൊക്കെ പോയി പിന്നെയും കുറച്ച് സമയമൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വിടാനും പറ്റൂല. മഴ കൊണ്ടിട്ട് ഇനി പനിയാൻ മറ്റോ പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ വിടാനും കഴിയൂല. നമ്മൾ തന്നെ ഇവരെ ഒപ്പരം നിൽക്കുകയും വേണം. പക്ഷെ അടുക്കളയിൽ പണിയാവണം. അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ രാവിലെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ നിറച്ച് മാങ്ങ കായ്ച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. നിറച്ച് മാങ്ങയുണ്ട്. അപ്പോൾ 2 മാവുണ്ട്, 2 തരത്തിലുള്ള മാങ്ങയുണ്ട് കേട്ടോ. കണ്ടിട്ടാകുമ്പോൾ എനിക്ക് ഒരെണ്ണം പറിക്കണം തോന്നി. ഇനിയിപ്പോൾ വീഡിയോ വരുമ്പോൾ പ്രശ്നമാവുമെന്നറിയില്ല. ഞാൻ ഒരെണ്ണം പറിച്ചു വിട്ടാം. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് മാങ്ങയ്ക്ക്. അതിങ്ങനെ ഞെടുപ്പ് പൊട്ടിച്ച് വരുമ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് വിട്ടു കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ രാത്രിയാണോ പകലാണോ ഒന്നും തിരിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും മൂടം കെട്ടിയിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഭയങ്കര ബോറടിക്കും. വീട്ടിൽ തന്നെ ഇരിക്കും. നമുക്ക് പുറത്തിറങ്ങാനോ ചുറ്റുമുള്ള മനുഷ്യരെ പോലും കാണാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും വീടടിച്ചകത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് അമ്മ കുളിക്കാൻ കയറി. അമ്മ ബാക്കിയുള്ള അടിയും തൊടയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കുളിക്കാൻ കയറി. അപ്പോൾ ആ സമയത്ത് ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മ പുട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. പുട്ടാക്കി വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, നീ ഞാൻ വരുമ്പോഴത്തേക്ക് ചായ വെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ വെച്ചു. പിന്നെ പുട്ട് ഒരെണ്ണം കുത്തിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുത്തിയിട്ടു. പിന്നെ പിള്ളേരെ ഞാനവിടെ സോഫയിൽ എങ്ങനെയൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇരുത്തിയതല്ല, ഇരുത്തിപ്പിച്ചതാണ് കേട്ടോ. ഇവരൊരു 5 മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ല. ഇവരെ അടങ്ങിയിരുത്താൻ വേണ്ടി ഞാൻ പഠിച്ച പണി 18 നോക്കി, ഒന്നും നടക്കുന്നുമില്ല. എന്നാലും ദേഷ്യം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ തല്ല് കൊടുക്കും. പക്ഷേ എന്നാലും പാരൻറ്റിങ്ങിൻ്റെ ഒക്കെ ക്ലാസ് കാണുമ്പോൾ നമ്മൾ തല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേ ഇവരെങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ഏതൊക്കെ വഴികൾ നോക്കി അതൊക്കെ ഫ്ലോപ്പാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഇടിയപ്പം ആക്കിയിട്ട് അത് മൊത്തത്തിൽ കൊളമായി കേട്ടോ. അപ്പം ഇടിയപ്പത്തിന് പകരം അപ്പപ്പൊടി വാങ്ങിച്ചാൽ അമ്മ ഇടിയപ്പം ആക്കിയത്. അപ്പോൾ അതൊരു രസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കടലക്കറിയും പുട്ടും കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ. കാപ്പിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പാലുണ്ടായിരുന്നു. പക്ഷെ പാലെന്ന് പറഞ്ഞാൽ അമ്മയല്ല സൊസൈറ്റിയിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. അത് ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്ക് ശരിക്കും ആ പാലിനേക്കാളും ഇഷ്ടം നമ്മളെ കവർ പാലുണ്ടല്ലോ, കൊട്ടപ്പാലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ പാൽ എന്തോ എനിക്കൊരു ഇഷ്ടം വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചായ അധികം വെക്കുന്നത് മറ്റേ പാലിലായിരിക്കും. പിന്നെ ഈ സൊസൈറ്റിയിലത്തെ പാലിൽ ആ പാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ പുട്ടും കടലക്കറിയും കഴിച്ചു, ചായയും കുടിച്ചു. കാപ്പി കുടിച്ചു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ആ മഴേൻ്റെ ഒരു ചുറു സൗണ്ടൊക്കെ ഈ വീഡിയോൻ്റെ റെക്കോർഡിലുണ്ടാവും, അല്ല ഈ വീടിൻ്റെ സൗണ്ടിലുണ്ടാവും. പിന്നെന്താ, ഇനിയിപ്പം പനിയുടെ കാലം അങ്ങോട്ട് തുടങ്ങുകയാണ്. നല്ല പനിയൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും അമ്മ ഷിട്ടുവിന് ചായ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പം ജിമ്മിൽ പോകുന്നത് കൊണ്ട് തന്നെ പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമില്ല. എന്നാലും ഞാൻ പണ്ടേ ഭക്ഷണപ്രിയ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് പൊക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ.
പിന്നെ വേറൊന്നുമല്ല, കുറച്ച് സമയം സംസാരിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് ആർക്കും പോകണ്ട, അത്ര തന്നെ. കുറച്ച് കഴിഞ്ഞപ്പം ഗിരീശേട്ടൻ പോയി. പിന്നെ നമുക്ക് ഇനിയിപ്പം ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയാണ് കേട്ടോ. മുരിങ്ങക്കോലുണ്ടായിരുന്നു. അപ്പം മുരിങ്ങക്കോൽ മുറിച്ചിട്ട് നമ്മൾ വറവാക്കാമെന്ന് വിചാരിച്ചു. കുറേ മുരിങ്ങക്കോലുണ്ടാകുമ്പോൾ നമ്മളങ്ങനെ വറവാക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വറവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പോയിട്ട് വരുമ്പോൾ ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കാസർഗോഡ് പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷിറ്റപ്പനെയും കൂട്ടി കുറച്ച് സമയം കളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ സമയമൊക്കെ ഫോൺ കൊടുത്തായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെയും കൊണ്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് സമയമൊക്കെ ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ എന്നോട് ക്ഷമിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട് കേട്ടോ. ചിക്കൻ കറിയും നമ്മളെ മുരിങ്ങക്കായ് വറവും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചു. കുറച്ച് സമയം നമ്മൾ കിടന്നു കേട്ടോ. ഷിട്ടും കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് എണീറ്റപ്പം അമ്മ പറഞ്ഞു ചക്ക മുറിക്കാമെന്ന് പറഞ്ഞു. അമ്മയും സുലിവെട്ടി നാരായണിയമ്മ എല്ലാവരും കൂടിയിട്ട് ചക്ക വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടോ. അങ്ങനെ ഞാൻ ജിമ്മിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജിമ്മിലേക്ക് പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഓൾറെഡി എപ്പോഴും ഞാൻ വീഡിയോ ഇടുന്നതായതുകൊണ്ട് പിന്നെ ഞാൻ ഷോർട്സിലാണ് അധികം ഇടുന്നത്. ഇപ്പോൾ വീഡിയോ ഇടുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.